ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ഒരു പോസിറ്റീവ് ബയാസ് തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു കോഷൻ അടുത്ത കുറച്ച് ദിവസത്തേക്ക് കൂടി അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫർദർ ഡിസിഷനൊക്കെ വൈറ്റ് ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് US ഫെഡിൻ്റെ ചെയർമാൻ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വൈറ്റ് ഹൗസിൻ്റെ തീരുമാനങ്ങൾ, അതായത് പ്രസിഡന്റ് ട്രംപിൻ്റെ തീരുമാനങ്ങൾ തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഡിസിഷനായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ തന്നെയാണ് US ഫെഡ് ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിലും കൊടുത്തിരിക്കുന്നത്. USഉം UKയും തമ്മിൽ ട്രേഡ് ഡീൽ സൈൻ ചെയ്യാന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏഷ്യൻ മാർക്കറ്റിലുണ്ട്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. മെജോറിറ്റി സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ, ജപ്പാൻ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് വൊളാറ്റിലിറ്റി ഒക്കെ എന്നിരുന്നാലും നമ്മൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. പക്ഷേ ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ഗോൾഡ് ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ രൂപി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബോർഡറിലത്തെ ഇഷ്യൂ തന്നെയാണ്. അടുത്ത 3-4 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്ക് കൂടി ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിൽ നന്നായിരിക്കും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. Q4 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള ആക്ഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികളിൽ ഒരു ആക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ബജാജ് ഫിനാൻസ്, മണപ്പുറം പോലുള്ള ഓഹരികളിലും നല്ല രീതിയിലുള്ള ബൈയിങ് കാണാനുള്ള സാധ്യതകളുണ്ട്. ബജാജ് ഫിനാൻസ് 4:1 ബോണസ് ഇഷ്യൂ, അതുപോലെ തന്നെ 2:1 സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. ഒരു ഷെയർ 10 ഷെയറായിട്ട് മാറുകയാണ്. ഒപ്പം മണപ്പുറം US ബേസ്ഡ് ബെയിൻ ക്യാപിറ്റൽ സ്റ്റേക്ക് ബൈ ചെയ്തിട്ടൊരു കമ്പനിയാണ്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് ഈ 2 സ്റ്റോക്കുകളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള മറ്റ് സ്റ്റോക്കുകൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ തന്നെ നസാര ടെക്നോളജീസ്, ടാറ്റ എലക്സി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ ആക്ടിവിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈയിങ് ആണ് ഇന്നലെ. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 2555.86 കോടിക്കുള്ള സ്റ്റോക്കുകളും, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 2378.40 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ADRകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ADRകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ട്, ബ്രിട്ടാനിയ ഉണ്ട്, കാനറ ബാങ്ക് ഉണ്ട്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, സ്കോട്ട്സ് ഉണ്ട്, ജിൻഡാൽ സ്റ്റെയിൻലെസ് ഉണ്ട്, LNT ഉണ്ട്, MCX, പിഡിലൈറ്റ്, ടൈറ്റൻ, കല്യാൺ ജുവലേഴ്സ്, യൂണിയൻ ബാങ്ക്, ഭാരത് ഫോർജ്, ഇതൊക്കെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്ന മേജർ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മാർക്കറ്റ് റിയാക്ഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതിർത്തിയിലെ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ട് വളരെ റിസ്ക് കുറഞ്ഞ രീതിയിലുള്ള പൊസിഷൻസ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. അടുത്ത കുറച്ച് ദിവസത്തേക്ക് വലിയ പോർട്ട്ഫോളിയോകൾ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റിയുടെ അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് മെയ് എൻഡിലത്തെ വാങ്ങി ഹെഡ്ജ് ചെയ്ത് പോകാവുന്നതാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ സംഘർഷം വീണ്ടും വരികയാണെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കാം. അല്ലാത്തൊരു പക്ഷം ഒരു കോഷനോട് കൂടിയുള്ള ഒരു മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആയിരിക്കും അടുത്ത കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.